കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പില് ആരും കയറാൻ സമ്മതിക്കും. കുഴപ്പമുണ്ട്. ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. സംശയമൊന്നും വേണ്ട. ഞാന് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനം എടുക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ ഇപ്പോൾ കാണിച്ചതെന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ളൊരു ഉത്തരം തന്നെയാണ് നമ്മുടെ ആ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതും. ചെസ് നമ്പർ 122 ഓൺ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ഈ പോകെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമാകും. ഈ ഒരു പരാമർശവുമായിട്ട് മുരളീധരൻ രംഗത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ മുരളീധരൻ ഒരു വാക്ക് അങ്ങോട്ട് മാറ്റി. അതായത് താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമേ അറിയില്ല, അവിടെ അങ്ങനെ ഒരു സംഭവം ചെയ്യരുതെന്നേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പകരം മുരളീധരൻ എന്താണ് പറഞ്ഞത്? അത് മുരളീധരന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമല്ലോ. ഞാൻ കേൾപ്പിച്ചു തരാം. മറ്റു സ്ഥലത്ത് ഇപ്പോ ചെയ്യുന്നത് പോലെ അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം. ഇപ്പൊ ഒരു വിതരണം ചെയ്തോട്ടെ, ഇനിയിപ്പോ എതിർപ്പ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ആലപ്പുഴയിൽ സ്ഥലം കയ്യേറിയാണ് നടത്തിയത്. അതുകൊണ്ട് പിന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ളത് UDFന്റെ നയമാണ്. പക്ഷെ അത് അവർക്ക് എല്ലാ ദിവസവും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ഇത് സേവാപരിധിയും DYFIയുടെ പൊതിച്ചോറിനെയും ഒക്കെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രേരിതമായി ആലപ്പുഴയിൽ 2 കൂട്ടര് സ്ഥലം കയ്യേറി. അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അത് ആരെന്ത് പറഞ്ഞാലും ശരി, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക്. ഇതിലെ ആ ഒരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ? ഒരിക്കൽ കൂടി ഞാൻ കേൾപ്പിച്ചു തരാമേ. എന്താണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആലപ്പുഴയിൽ അവർ കയ്യേറി. ബാക്കി ഒന്ന് കേട്ടു നോക്കിയോ. ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ഇത് സേവാപരിധിയും DYFIയുടെ പൊതിച്ചോറിനെയും ഒക്കെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രേരിതമായി ആലപ്പുഴയിൽ 2 കൂട്ടര് സ്ഥലം കയ്യേറി. അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല. ഇവിടെ ആരെന്ത് പറഞ്ഞാലും ശരി, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറില്ല. ആ ആരെന്ത് പറഞ്ഞാലും എന്നുള്ളത് ഒരു അർത്ഥം വെച്ച് പറയുന്നത് പോലെ ഒരു അസ്ഥാനത്തെ പറച്ചിലായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് മാത്രമാണ് ഫീൽ ചെയ്തത്, അതോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല. ആരെന്ത് പറഞ്ഞാലും ആലപ്പുഴയിലെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും. വേറൊരാളെയും അതിനകത്തിൽ കൈ കടത്താനായിട്ടോ അല്ല അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കാനായിട്ടോ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണോ മുരളീധരൻ ഇത് പറഞ്ഞതെന്നുള്ളത് നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ആര് എന്നുദ്ദേശിച്ചത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയാണോ അതോ മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള പൂക്കികളെയാണോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത നിങ്ങളെ കാണിച്ചു തരാം. കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്? അതിനെന്താ തെറ്റ്? ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു യുവജന സംഘടന അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അതൊരു ഞാൻ പറഞ്ഞ അത് വളരെ ആരോഗ്യമന്ത്രി അതിൻ്റെ അകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഭക്ഷണം കൊടുക്കുന്നതിലല്ല പ്രശ്നം. ഭക്ഷണം കൊടുത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ പ്രശ്നം വന്നു. ചില ആശുപത്രിക്കകത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ സ്ഥലം വന്നു. പിന്നെ എല്ലായിടത്തും ഒരു ഭയങ്കര പൊളിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ ബാനറും അതൊക്കെ കെട്ടി വന്നു. ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 6 വർഷമായിട്ട് അവിടെ ആ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് റോഡിന് പുറത്തു വന്നിട്ടാണ് ഈ വിതരണത്തിൽ അവര് ഈ വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ അവര് നമ്മളെയൊക്കെ വിളിക്കും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ പോയി കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് റൂട്ടിൽ കൊടുക്കണമെന്ന് ചോദിച്ചു ഭക്ഷണം. അപ്പൊ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെന്റ് ഇവർക്ക് കോൺഗ്രസ്സുകാരാണ് കൊടുക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, അവിടെ അകത്ത് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ഒന്നും മാറ്റി. ഇതും ഇനി സത്യമാണോ എന്ന് ആർക്കും അറിയില്ല. എന്നിരുന്നാൽ തന്നെയും ആദ്യം സതീശൻ ജി പറഞ്ഞൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മുരളീധരന് കിട്ടിയിരിക്കുന്ന 8ന്റെ പണിയാണെന്നുള്ളൊരു കാര്യം. കാരണം മുരളീധരൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയതിൽ ഇവർക്ക് ആർക്കും ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്കാർക്കും അങ്ങനെ കാര്യമേ അറിയില്ല. അത് മുരളീധരൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. അതായത് സർക്കാർ ആശുപത്രികളിൽ ഈ പൊതിച്ചോറ് വിതരണം ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ മുരളീധരൻ പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ കളം മാറ്റി ചവിട്ടുന്നു. എന്താണ് പിന്നീട് പറയുന്നത്? അത് സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഒരു മാധ്യമപ്രവർത്തകൻ, റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ എനിക്കൊന്ന് വളരെയധികം അങ്ങനെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. വീണ്ടും വീണ്ടും താങ്കൾ ഇങ്ങനെയല്ലേ പറഞ്ഞ, അങ്ങനെയാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ആലപ്പുഴയിൽ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്, ബാക്കി എല്ലായിടത്തും അവർ ചെയ്തോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പിന്നീട് കിടന്ന് എഴുതുന്നുണ്ട്. ഇങ്ങനെ നാണം കെട്ട് നാറിയ ഒരു ഭരണപക്ഷം അല്ലെങ്കിൽ നാണം കെട്ട ഒരു ആരോഗ്യമന്ത്രി നമ്മുടെ ഈ ചരിത്രത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതും ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രിയും ഇവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിസഭയിലുള്ള എല്ലാ ആളുകളും എന്താണ് കേരളത്തിന് വേണ്ടി പ്രതിനിധാനം ചെയ്തതെന്നും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അവരെന്തൊക്കെയാണ് ചെയ്തതെന്നും DYFI 2017 മുതൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ പോലും നിർത്താതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ഒരിക്കലും മുടങ്ങാത്ത ഒരു പൊതിച്ചോറ് വിതരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും ഈ കെടാവിളക്കെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കെടാവിളക്ക് കത്തിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരിക്കലും കെടാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികാരമായിരുന്നു പൊതിച്ചോറ് വിതരണം എന്നുള്ളത്. വികാരമായിരുന്നു എന്നല്ല, വികാരമാണ്. അതുകൊണ്ട് തന്നെയും ഇനി കരുണാകരൻ, മരിച്ചുപോയ കരുണാകരൻ നേരിട്ട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും പിള്ളേര് പൊതിച്ചോറ് വിതരണം തുടരുക തന്നെ ചെയ്യും. അത് മനസ്സിലായതുകൊണ്ടും അവരെ തടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടും പൂക്കികൾ കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നത്. നിങ്ങളിവിടെ എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷവും DYFIയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അങ്ങനെ ഇവർ ചെയ്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ മാത്രം ജനങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. അവർ ചെയ്യുന്ന നല്ലതിനെ ഹൈലൈറ്റ് ചെയ്യും, ഞങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മയെ ഹൈലൈറ്റ് ചെയ്യും, ജനങ്ങൾ താരതമ്യം ചെയ്യും. എന്താണ് ഞങ്ങൾ വന്നിട്ട് ചെയ്യുന്നത്? ഇപ്പം മുൻപ് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായിട്ടുള്ള അല്ലെ അവരുടെ സംഘടനകളായിട്ടുള്ള DYFI, SFI അങ്ങനെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇവരിത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു പിടിപ്പുകേടാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള യൂത്തന്മാർക്കെല്ലാം പെണ്ണുപിടുത്തമാണല്ലോ മെയിൻ. നമ്മുടെ ഈ KSUവിലുള്ള അല്ലെ മറ്റ് സംഘടനകളിലുള്ള എല്ലാവരും പെണ്ണുപിടുത്തമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളേർക്കൊന്നും ഇതിന് സമയം കിട്ടില്ല, പ്ലേ ബോയ്സ് ആണ്. അപ്പോൾ ഈ DYFIയിലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സംഘടനയിലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്ത് ഓവർകം ചെയ്ത് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം ഈ രീതിയിലൊരു തീരുമാനമെടുത്തത്. പക്ഷെ അതൊരു അസ്ഥാനത്ത് തീരുമാനമായിപ്പോയി. ഇന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മുരളീധരന് പറയാൻ വേറൊരു മറുപടി കൂടിയുണ്ട്. ഞാൻ നിങ്ങളെ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ഒരു കൈ കഴുകുന്ന നിലപാടെടുത്തിട്ടുണ്ട്. അതായത് DYFIയെ പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ്. അതില് ഞങ്ങൾക്കൊക്കെ ഒരേ തീരുമാനം തന്നെയാണ്. പൊതിച്ചോറും കയ്യേറ്റവും രണ്ടും രണ്ടാണ്. കയ്യേറ്റം സമ്മതിക്കില്ല, അതാണ് ആലപ്പുഴയിൽ ഉണ്ടായ പരാതി. അല്ലാതെ പൊതിച്ചോറിന് ഞങ്ങളുടെ അവിടെ തുടങ്ങുന്ന കമ്മ്യൂണിറ്റി കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും പൊതിച്ചോറ് നൽകാം, പേര് എഴുതിയിട്ട് തന്നെ പൊതിച്ചോറ് നൽകാം. പക്ഷെ സ്ഥലം കയ്യേറുന്ന ഏർപ്പാട് നടക്കില്ല. ആലപ്പുഴയിൽ കയ്യേറി, അതാണ് അവിടുത്തെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ഉൾപ്പെടെ നേരത്തെ പറഞ്ഞത് അങ്ങനെ പേര് വെച്ച് പൊതിച്ചോറ് കൊടുക്കുന്നതാണ് പ്രശ്നം. പേര് വെച്ചിട്ടല്ല, കൊടിയും ബാനറും കെട്ടി സ്ഥലം കയ്യേറി, അതുകൂടി ഉണ്ട്. സ്ഥലം കയ്യേറി ചെയ്യുന്നത് അനുവദിക്കില്ല. അത് പൊതു സ്വത്താണ്, സർക്കാർ. അതും കൂടിയുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ മുരളീധര. അതായത് സ്ഥലം കയ്യേറിക്കൊണ്ട് അവിടെ ചെയ്യുന്ന ഒരു പരിപാടികളും ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ അതിശക്തമായിട്ട് അതിരൂക്ഷമായിട്ട് എതിർക്കുമെന്നുള്ള രീതിയിലാണ് മുരളീധരൻ പറയുന്നത്. സ്ഥലം കയ്യേറി എടുക്കുകയോ അല്ലെ കയ്യേറി എടുക്കാതെ അവിടെ ചെയ്യുകയോ എന്താണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശപ്പടക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു പുണ്യപ്രവൃത്തി അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ. അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ നല്ലൊരു പ്രവൃത്തിയായിട്ട് കാണാതെ അതിലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ആ ഒരു ആഹാരം ഒരു നേരത്തെ ഒരു ആഹാരം എത്രയോ ആളുകൾ അത് ആശ്രയിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകളുടെ വിശപ്പടക്കാനായിട്ട് അതൊരു ഉപാധിയാവുന്നു, അല്ലെങ്കിൽ വിശപ്പടക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട്. ഇതൊന്നും കണ്ണിൽ കാണാതെ അല്ലെ ഇതൊന്നും മുന്നിൽ കാണാതെ ഇവരിങ്ങനെ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് അധികാരത്തിൽ വന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും കുങ്ങിക്കുട്ടന്മാർക്ക് മറുപടി തരാൻ സാധിക്കുമെങ്കിൽ ഒന്ന് മറുപടി തരണം. നിങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണോ അധികാരത്തിൽ വന്നത്, അതോ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ അധികാരത്തിൽ വന്നതെന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമാണ്. ഈ ചോദ്യങ്ങൾക്ക് നമ്മുടെ മുൻ ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ അദ്ദേഹം തന്നെ ഒരു മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറ് വിതരണത്തിനെതിരെ കൊങ്ങികൾ കളിക്കുന്ന കളികൾക്കെതിരെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, DYFIയുടെ പൊതിച്ചോറ് വിതരണം അത് തടയാൻ പോകുമ്പോൾ അതിലെന്താണ് നടക്കാൻ പോകുന്നതെന്നും പാവങ്ങൾക്ക് എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നും ഒക്കെയുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഞാൻ കാണിച്ചു തരാം. പാവങ്ങളെ പട്ടികയിലാക്കി തുടങ്ങിയല്ലേ ഉള്ളൂ. ആശുപത്രി കിടക്കുന്ന പാവങ്ങൾ ആര് പൊതിച്ചോറ് കൊടുത്താലും ഏത് പാർട്ടി കൊടുത്താലും അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിരുന്നു. അത് തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി. പൊതിച്ചോറ് പുള്ളി കൊടുക്കാൻ പറയും, പുള്ളി കൊടുക്കണം. കാരണം ഇവര് വർഷങ്ങളായി, ഇന്നല്ല, കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ DYFI പ്രവർത്തകർ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അവര് എല്ലാ ദിവസവും കൃത്യമായി പൊതിച്ചോറെടുത്തിക്കുകയും അത് ആശ്രയിച്ച് ഒരുപാട് പാവങ്ങൾ, ഈ രോഗിയായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും സാധാരണക്കാരാണ്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ അഡ്മിറ്റഡാ.
അവരെ ബൈസ്റ്റാൻഡറിലും ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പൊ അവരും അഡ്മിറ്റഡ് അവിടെ. അപ്പൊ ആ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുമെങ്കിൽ അത് ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരാൾക്ക് മനോഹരമായ ഭൂഷണമാണോ അദ്ദേഹത്തിന് മിടുക്കാണോ എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കണം. ഞാനെന്താ പറയാൻ പറയും? കാരണം പാവങ്ങൾക്ക് കിട്ടിയതൊരു ആനുകൂല്യം അത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് നിർത്തേണ്ടത്. അത് ബോർഡ് വെച്ചാലും ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐ കൊടുക്കും. ഡിവൈഎഫ്ഐ കൊടുക്കുന്നത് ബോർഡ് വെക്കാൻ വേണ്ടിയല്ല. ഡിവൈഎഫ്ഐ ബോർഡ് വെച്ചാലും ഇവരൊന്നും വിളിക്കും. ബോർഡ് വെക്കാതെയും ഡിവൈഎഫ്ഐ അത് കൊടുക്കും. കാരണം അത് ഒരു നിസ്സാര കാര്യമായി നമ്മളെ കാണരുത്. യൂത്ത് കോൺഗ്രസിന് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് ഡിവൈഎഫ്ഐ ചെയ്തത്. അവർക്കും ആകാമല്ലോ, അവർക്കും ചെറുപ്പക്കാരില്ലേ, അവരും കൂട്ടായ്മയില്ലേ, അവർക്കും ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുപോയി കൊണ്ട് എന്തുകൊണ്ട് പോയില്ല ഇത്രയും കാലം? ഡിവൈഎഫ്ഐക്കാർ മാത്രം എന്തുകൊണ്ട് പോയി? അപ്പൊ ഒരു നല്ല കാര്യം ചെയ്യുന്നവനെ ഓടിച്ചുവിടും. ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കും എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് ശരിയാണോ? ഇതൊരു ചാരിറ്റബിൾ പ്രവർത്തനമാണ്. അല്ലാതെ ഈ ചോറുണ്ടവരെല്ലാം CPM വോട്ട് ചെയ്തു അതൊന്നുമില്ല. അതൊരു മൂഢവിശ്വാസമാണ് അങ്ങനെ. കാരണം അതൊരു നല്ല കാര്യം ചെയ്യുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അനേക വർഷങ്ങളായി ഒരു നല്ല കാര്യം ചെയ്യുന്നു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അത് നിർത്തലാക്കും, അത് അടിച്ചമർത്തും. അതല്ലല്ലോ ഇവിടുത്തെ കേരളത്തിലെ. തീർച്ചയായിട്ടും കൊറോണ വന്നു, നിപ്പ വന്നു, പ്രളയമുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, മറ്റ് പല വിഷയങ്ങളുണ്ടായി, പല ആളുകൾ മരണപ്പെടുന്നു, കൂട്ടത്തിലുള്ള ആളുകൾ മരണപ്പെടുന്നു. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും, ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും ഉണ്ടാകുമ്പോഴും എന്ത് സംഭവിച്ചാലും ഞങ്ങൾ അവിടെ ഇരിക്കുന്ന, ഞങ്ങളെ കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം അത് എത്തിച്ചു കൊടുത്തിരിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഡിവൈഎഫ്ഐയുടെ ഒറ്റ തന്തയ്ക്ക് പിറന്ന പിള്ളേര് ആ ഒരു തീരുമാനമെടുത്ത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുത്ത ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ അമ്മമാരുണ്ടല്ലോ, എന്തേ നിങ്ങളാരും ഇറങ്ങാത്തത്? 2017 ഡിവൈഎഫ് ഇത് തുടങ്ങിയത്. അന്നും നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉണ്ടല്ലോ, അതിന് മുൻപും നിങ്ങളുണ്ടല്ലോ. അധികാരത്തിലായിരുന്ന സമയത്ത് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് വലിയ സജീവമായിരുന്നല്ലോ. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിട്ടുള്ള KSU പോലെയുള്ള മറ്റ് പല സംഘടനകളും എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ആണല്ലോ നിങ്ങളിങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തില്ല? അധികാരത്തിൽ നിങ്ങളിരുന്നതിന് ശേഷമാണ് ഇടതുപക്ഷം വന്നത്. ഇടതുപക്ഷം വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇവരിങ്ങനെയുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുത്തൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതല്ല, നിങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ലാത്തൊരു കാര്യം അവർ ചെയ്തു എന്നുള്ളൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേടി, ഇനി നാളെ എന്താവും എന്നുള്ളൊരു പേടി. പക്ഷേ ഇതിലും രാഷ്ട്രീയം കലർത്തുന്ന നിങ്ങളെപ്പോലെയുള്ള കൊങ്ങികളോട്, അടിമകളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എല്ലാം പറയാനുള്ളത് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാവങ്ങൾക്ക് ഒരു നേരമെങ്കിൽ ഒരു നേരം ആ കിട്ടുന്ന ആഹാരത്തിൽ കൂടി മണ്ണ് വാരി ഇടല്ലേ മുരളീധര. സ്വന്തം അച്ഛനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു മകനെന്ന് വേണേൽ നമുക്ക് പറയാം. അഴുക്കച്ചെറുക്കൻ, തന്തേക്കാ മോശം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും യു ടേണുകളുടെ ഉസ്താദാണ് മുരളീധരനും പൂക്കികളുമെല്ലാം. ഇന്നിത് പറയുന്നവർ നാളെ എന്ത് പറയുമെന്ന് നമുക്കറിയില്ല. അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. കഷ്ടം.